എന്നെ ഞാൻ വളരെ വ്യക്തമായി മനസ്സിലാക്കിയെടുത്തോളം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയിൽ നിന്ന് മുടക്കിയ പണത്തിന്റെ കണക്ക് യഥാർത്ഥ കണക്ക് എന്താണെന്നുള്ളത് 100 രൂപയുടെ ഉൾപ്പെടെ കണക്ക് എഴുതി എന്നെ കാണിച്ചതാണ്. അതിനകത്ത് ഒരു പൈസ പോലും ആരും വിട്ടിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഈ സജി കുരിക്കാട്ടെന്ന് പറയുന്ന ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ റിട്ടയർഡ് അങ്ങേരാണ് കൺവീനർ. അയാള് 5 പൈസ പോയിട്ട് ഒരു പൈസയുടെ കാലത്ത് പോലും കള്ളത്തരം കാണിക്കുന്നവനല്ല. വളരെ മാന്യമായിട്ട് തന്നെയാണ് ഇലക്ഷനിൽ പാർട്ടിയുടെ നേതൃത്വം പിൻവലിച്ചിട്ടുള്ളത്. ഞാൻ അബദ്ധം പറ്റി ഏറ്റുമാനൂർ എരുമേലി വെച്ചാണ് ഞാൻ വർത്താനം പറഞ്ഞു. ആ എന്നെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചവന്മാർ തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ, ആ പാർട്ടി കമ്മിറ്റി ഞാൻ പറഞ്ഞത് എങ്ങനെ പുറത്തു കൊടുക്കും ചാനലിൽ ഒന്നാലോചിച്ച്? അപ്പൊ അവന്മാരെ ചാനലിൽ എടുത്തു കൊടുത്തു. അപ്പൊ ഈ പാർട്ടിയെ നശിപ്പിക്കുക അല്ലെ എന്നെ നശിപ്പിക്കാന്ന് ലക്ഷ്യത്തോടു കൂടി ഇറങ്ങിയിട്ട് കഴിഞ്ഞാൽ 2 കസ്മരന്മാരാണ് ഇത് പറയുന്നുള്ളത്. ഒരു സംശയമില്ല. നമസ്കാരം. ഇന്ന് രാവിലെ റിപ്പോർട്ടർ ലോകത്തെ നടക്കുന്നൊരു വാർത്ത എന്നുള്ള രീതിയിൽ PC ജോർജിൻ്റെ തിരഞ്ഞെടുപ്പ് ഫണ്ടിൽ വലിയ തിരിമറി നടന്നു എന്നുള്ളൊരു വാർത്ത പുറത്തുവിട്ടിരുന്നു. എരുമേലിയിൽ അദ്ദേഹം നടത്തിയൊരു പ്രസംഗം ആരോ വീഡിയോയിൽ പകർത്തി റിപ്പോർട്ടറിന് നൽകിയതാണ്. ആ വിഷയത്തെ സംബന്ധിച്ച് തത്വമയി ന്യൂസ് രാവിലെ തന്നെ പ്രേക്ഷകരോട് പറഞ്ഞിരുന്നു. ഇത് വിവാദങ്ങളിൽ ഇപ്പോൾ നടക്കുന്ന വന്ദേമാതരം വിവാദത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും റിപ്പോർട്ടർ ചാനൽ മുതലാളി ആൻഡോഫിൻ്റെ മെസ്സി വിവാദത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇവയിൽ നിന്ന് ശ്രദ്ധ തിരിക്കുവാനുള്ള ഒരു അടവ് മാത്രമാണെന്ന്. ആ വിഷയത്തെക്കുറിച്ച് തത്വമയി ന്യൂസ് PC ജോർജിനോട് തന്നെ അഭിപ്രായം തേടിയിരുന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ അഭിപ്രായം തേടിയിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ ഈ വിഷയത്തിൻ്റെ സത്യാവസ്ഥ നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം വൈകാരികമായി പ്രതികരിക്കുന്ന, ഉള്ളതുപോലെ പറയുന്ന, ആരുടെയും മുഖത്ത് നോക്കി സത്യം പറയുവാൻ മടിയില്ലാത്തൊരു രാഷ്ട്രീയ നേതാവാണെന്നുള്ളത് കേരളത്തിലെ ഓരോ കൊച്ചു കുഞ്ഞിനും അറിയാമെന്നുള്ളതാണ് തത്വമയി ന്യൂസിൻ്റെ വിശ്വാസം. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം. ശ്രീ PC ജോർജിലേക്ക്. ഞാൻ ഇലക്ഷൻ തോറ്റിരിക്കുന്ന സമയം അപ്പൊ ഞാൻ എരുമേലി കമ്മിറ്റി വണ്ടി വരെ എന്നോട് പറഞ്ഞു 4.5 കോടി രൂപ പാർട്ടിയിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. ഈ കാശിൽ ഇവിടെ ഇവന്മാര് മുഴുവൻ കട്ടു നിന്നിരിക്കുക എന്നിട്ട് വോട്ടുമില്ല. അപ്പൊ എരുമേലി വോട്ടില്ല നമുക്ക്. അപ്പൊ ഇവന്മാര് പറയുമ്പോൾ ഞാനത് ശരിയാന്ന് വിചാരിച്ചു. ഞാൻ പ്രസംഗം പാർട്ടി കമ്മിറ്റിയാണല്ലോ അവിടെ വെച്ച് വന്നു. ഇങ്ങനെ 4 കോടി കിട്ടിയെന്ന് പറയുന്നത് ആ കാശിൽ കട്ടു നിന്നമാരൊക്കെ ദൈവം ചുറ്റിക്കുന്നു ഞാൻ പറഞ്ഞു. ഞാനത് പറഞ്ഞു കഴിഞ്ഞ് പോന്നു കഴിഞ്ഞ് പാർട്ടിയിൽ നിന്ന് എന്നെ വിളിച്ചു. അപ്പൊ അവർ ഈ പറഞ്ഞൊന്നും അറിയുന്നില്ല. അവർ വിളിച്ച് ഇങ്ങനെ പറഞ്ഞ് കണക്ക് ഇലക്ഷൻ റിസൾട്ട് ഇലക്ഷന്റെ കണക്ക് കൊടുക്കും. നമ്മള് കണക്ക് കൊടുക്കാൻ PC കയ്യിൽ കാശ് എങ്കിലും പോയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞൊന്നും ഞാൻ എന്റെ ചെലവ് നിങ്ങൾ അറിയണ്ട, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള എന്റെ ഉള്ളവരൊക്കെ ചെലവഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ പാർട്ടി കണക്ക് ഇതാണ്. ഈ കണക്ക് എന്നെ കാണിച്ചു. 100 രൂപയുടെ കണക്ക് വരെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഒരു സജി കുരിക്കാട് എന്ന് പറഞ്ഞ ആളാണ് എന്നെ കൊണ്ടൊന്ന് കാണിച്ചു. അയാളൊരു ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രിൻസിപ്പളായിട്ട് പെൻഷൻ പറ്റിയ ആളാണ്. അത്ര മാന്യനാണ്. അപ്പൊ എനിക്കത് ബോധ്യമായി ഒരു തെറ്റുമില്ലെന്ന്. അപ്പൊ ഞാൻ ക്ഷമിക്കുക, ഞാൻ പറഞ്ഞത് തെറ്റാണോ എന്ന് പറയുകയും ചെയ്തു. അതാണ് ഇപ്പൊ 2 മാസം കഴിഞ്ഞിട്ട് ഇപ്പൊ എടുത്തിട്ടോണ്ട് വരുന്നത്. ആലോചിച്ചു. അപ്പൊ ഞാൻ ഇവിടെ റിപ്പോർട്ടറുകാരനെ ചോദിച്ചു പറഞ്ഞു തെറ്റാണ്, ഞാനത് ക്ഷമ പറഞ്ഞതാണ്, ഞാനത് പ്രശ്നമിരിക്കുന്നില്ല, ഞാനതൊരു കണക്ക് തന്നെ കറക്റ്റ് ഒരു പൈസയുടെ കണക്ക് പോലും പറഞ്ഞിട്ടില്ല. നിയമം അനുസരിച്ച് 40 ലക്ഷം രൂപയെ ഒരു MLA സ്ഥാനാർത്ഥി ചെലവഴിക്കാൻ പാടുള്ളൂ. ആ കണക്കനുസരിച്ചുള്ളത് കൂടുതൽ കാശ് ചെലവഴിക്കാൻ കഴിയില്ല, ചെയ്തിട്ടുമില്ല എന്ന് ഞാൻ പറഞ്ഞു. അവന്മാർ അത് കൊടുക്കല, ഈ പ്രസംഗിച്ച് കൊടുത്തോണ്ടിരിക്കുക. 16 അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രേക്ഷകർ കേട്ടുവല്ലോ. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. വൈകാരികമായിട്ട് എന്നാൽ സത്യസന്ധമായൊരു പ്രതികരണം തന്നെയായിരുന്നു അത്. തീർച്ചയായിട്ടും PC ജോർജിനെ പോലൊരു നേതാവ് എപ്പോഴും വൈകാരികമായി തന്നെ പ്രതികരിക്കുന്ന ഒരാളാണ്. അത് ഉള്ളിൽ കള്ളമില്ലാത്തത് കൊണ്ടാണ് എന്ന് അദ്ദേഹത്തോട് അടുപ്പമുള്ളവർക്കറിയാം. ആ വാക്കുകൾ പ്രേക്ഷകർ കേട്ടുവല്ലോ. പ്രേക്ഷകരുമായി തത്വമയി ന്യൂസ് അത് പങ്കുവച്ചു. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് അറിയേണ്ടത്. അവ കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തുവാനായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഒപ്പം തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണ്ണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.